എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ കിടന്ന് വിലസിയിട്ട് ചില പെണ്ണുങ്ങൾ, ചില സ്ത്രീകളുടെ വിചാരം അവരാണ് ലോകത്തെ ഏറ്റവും ബുദ്ധിമാന്മാർ, ബാക്കിയുള്ളവരും പൊട്ടന്മാരാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു പെണ്ണ് അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗന്ദര്യം പറയാൻ സാധനമില്ല, അതിന് മേലെ ഡ്രമ്മ് പോലത്തെ സ്ത്രീകൾ വന്നിട്ട് പോലും ജസ്റ്റ് ക്യാമറ മുമ്പിൽ നിന്നിട്ട് ഞാൻ ഇപ്പോൾ വസ്ത്രം ഊരെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നവിടെ സബ്സ്ക്രൈബ് ചെയ്യും, കാണും, ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ ഒരു ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികളുണ്ടല്ലോ, ഞങ്ങളാണ് കൂടുതൽ ബുദ്ധിയുള്ളവർ, നിങ്ങളൊക്കെ പൊട്ടന്മാരാണ്, നിങ്ങൾക്കൊന്നും വിവരമില്ല എന്നും പറഞ്ഞ് വന്നിട്ട് പല അഭ്യാസങ്ങളും കാണിക്കുകയാണ്. ആ അഭ്യാസത്തിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. അത് ഈ പുരുഷ പീഡനം. പുരുഷന്മാർ ഞങ്ങളെ പീഡിപ്പിച്ചു, ഞാൻ അതിജീവിതയാണ്, എന്നെ എത്രയും പെട്ടെന്ന് എല്ലാവരും കട ഉദ്ഘാടനത്തിന് വിളിക്കണം, എന്നെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസിലേക്ക് എന്നെ വിളിക്കണം, അങ്ങനെ എനിക്ക് പ്രശസ്തിയാവണം, കോടികൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ഒരു തന്ത്രത്തിൽ നടക്കുകയാണ്. അതിന്റെ ബേസിക് എന്താണ്? ഏതെങ്കിലും ഒരു പുരുഷൻ എന്നെ പീഡിപ്പിച്ചെന്നും പറഞ്ഞു കിട്ടിയാൽ മതി. അതിനു വേണ്ടി ഇപ്പോൾ കയ്യിലൊരു ഫോണും പിടിച്ച് ക്യാമറ 24 hours ഓണാക്കിയിട്ട് ഇങ്ങനെ നടക്കണം. എവിടെയെങ്കിലും വല്ല പുരുഷന്മാരൊന്ന് തട്ടേ മുട്ട ചെയ്താൽ കണ്ടോ എന്നെ പീഡിപ്പിച്ച് പറഞ്ഞിട്ട് വലിയ കഥ ഉണ്ടാക്കാനുള്ള പരിപാടി. കാരണം അങ്ങനെ കഥ ഉണ്ടാക്കിയവർ എല്ലാവരും നല്ല പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അപ്പൊ ആ ഒരു തന്ത്രമാണ് അവർ പ്രയോഗിക്കുന്നത്. ഉദാഹരണമായിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, എന്താ ബസ്സിൽ പിന്നെ അത് കാണിച്ച് ഇത് കാണിച്ചെന്നൊക്കെ പറഞ്ഞു, പിന്നെ സിനിമയിലൊക്കെ രംഗങ്ങളായി മാറി അത്രയും. അപ്പൊ ആ സ്ത്രീ പിന്നെ അതിന്റെ ശേഷം ഭയങ്കര പ്രശസ്തിയായിട്ടോ, ആ ഒരു പീഡന കേസിന്റെ ശേഷം. അപ്പൊ അങ്ങനെ എല്ലാ പെൺകുട്ടികൾക്കും ഇപ്പൊ അതിജീവിതയാകണം. മറ്റൊരു സിനിമ നടി അതിജീവിതയല്ലോ, ഭാവന പറഞ്ഞ സിനിമ നടി, അതിന്റെ മാർക്കറ്റൊക്കെ പോയി കിടക്കരുത്, അതിജീവിതമായപ്പോ പിന്നെ നല്ല ഫേമസ് ആയി. അങ്ങനെ തന്നെ അതിജീവിതം ആവാനാണ് ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം. എന്നെ കുറെ ആൾക്കാർ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനത്തിന്റെ കാര്യമായിട്ടാണ് പല പെൺകുട്ടികളും കാണുന്നത്. അപ്പോ ഇവിടെ സംഭവിച്ചെന്താ അറിയോ? ഇതേപോലെ ഒരു പെൺകുട്ടി, അതിനെ പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, ചെന്നായുടെ തോലിട്ടൊരു പെൺകുട്ടി എന്താ ചെയ്യുന്ന, ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഒരു ആളവിടെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു ഐഡിയ വന്ന്, ഇയാൾ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഫേമസ് ആവാം, അതിജീവിതമാവാം, ബിഗ് ബോസിൽ ചാൻസ് കിട്ടും, പിന്നെ TV ചാനലൊക്കെ ഒരുപാട് ഇന്റർവ്യൂ ഉണ്ടാവും, പിന്നെ നിരീശ്വരവാദികൾ കൊണ്ടുപോയിട്ട് ഇന്റർവ്യൂ ചെയ്യും, അങ്ങനെ നല്ല സുഖമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് വീഡിയോ ഓണാക്കിയിട്ട് ഇരിക്കാൻ അയാളൊന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ വീഡിയോ ഓണാക്കുകയും ചെയ്തു. അപ്പൊ എന്ത് ചെയ്ത്, ഒരു കള്ളക്കഥ ഉണ്ടാക്കി. അയാൾ കണ്ടോ എന്നെ കൈയേറ്റ് ഇങ്ങനെ മുട്ടി അങ്ങനെ ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് സത്യത്തിൽ ഈ പെണ്ണ് ഈ ഒരു വയസ്സായാളാണ്. ആ വയസ്സായാൾ പിടിക്കാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. കൈ ഇങ്ങനെ മുന്നിലേക്ക് അവന്റെ കമ്പിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഓപ്പൺ ആയല്ലോ, ഇവിടെ അങ്ങനെ ഓപ്പൺ ആകുമ്പോൾ പിന്നെ കൈയിടാൻ സൗകര്യം, അങ്ങനെ കൈയിടാൻ സൗകര്യം ചെയ്ത് കൊടുത്താലെങ്കിലും കൈയിടും പറഞ്ഞിട്ട് അതുവരെ ചെയ്തു നോക്കി. എന്നിട്ട് അയാളൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് എന്താ ചെയ്യണത്, അതേ വീഡിയോ ആയിട്ട് പോയിട്ട് വീട്ടിൽ നിന്നിട്ട് അതിനൊരു നറേഷൻ കൊടുക്കുകയാണ്, എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട്. പക്ഷെ അത് കേരളത്തിലെ ഇന്നത്തെ ജനങ്ങൾ അത് വിശ്വസിച്ചില്ല. പാച്ച തെറിയാണ്. ആ മൾട്ടിപ്പിൾ ഡാഡി ഉള്ള ആ പെണ്ണിനെ ആൾക്കാർ തെറി പറയുന്നത്. ആദ്യം നമുക്ക് ആ രംഗം കണ്ടു നോക്കുക. ഇതാണ് ആ രംഗം. ഇങ്ങനെ കൈയൊക്കെ ഒന്നിങ്ങനെ പൊക്കി നോക്കി, അതിന്റെ അടിയിൽ കൂടെയെങ്കിലും ഇടുവോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ നോക്കുമ്പോ ഒരു ചുക്കുമില്ല, ഒന്നും ചെയ്തില്ല. അയാളെങ്ങനെ വേറെന്തോ ചിന്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതാണല്ലേ, കുറെ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി. ഒരു കയ്യിൽ അല്ല കൈ ഉയർത്തി കണ്ടല്ലേ, കാരണം ആ ഗ്യാപ്പിൽ കൂടെ ഇട്ട് ഇടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. നോക്കുമ്പോ ഒന്നും നടന്നില്ല എന്ന് കണ്ടപ്പോ എന്തായാലും പീഡന കേസ് വേണമല്ലോ. അല്ലെങ്കിൽ പീഡന കേസ് ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അതിജീവിതമെങ്കിലും ആവണല്ലോ, എന്നാലാണല്ലോ സമൂഹത്തിൽ ഇങ്ങനെ തലപൊക്കി നടക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് സ്വന്തം മുഖത്തൊരു മാസ്ക് ഇട്ടുണ്ട്, എന്തിനാണാവോ? ഫേമസ് ആവാണെങ്കിൽ അത് ഊരി വെച്ചൂടെ. എന്നിട്ട് അയാള് പീഡിപ്പിച്ചില്ല എന്ന് കണ്ടപ്പോ അയാളുടെ ഫേസും ബ്ലറാക്കി, ഇല്ലെങ്കിൽ പിന്നെ കേസ് വരുമല്ലോ. പക്ഷെ കഥ വേണേനും ഇപ്പൊ നിങ്ങൾക്കറിയാലോ, വേറൊരു പെണ്ണ് നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ബസ്സിൽ ഒരു പ്രശ്നം ഉണ്ടായി. നേരെ വീട്ടിലേക്ക് ഓടി വന്ന് എല്ലാ പ്രോഗ്രാമും ക്യാൻസലാക്കി വീട്ടിൽ ഓടി വന്നിട്ടാണ് പിന്നെ വീഡിയോ ഉണ്ടാക്കിയത്. എന്നെ പിടിപ്പിച്ചേ ഇത് അടുത്തിരിക്കുന്ന ആൾ ഇങ്ങനെ ആക്കി എന്നൊക്കെ ഭയങ്കര ആക്ഷനൊക്കെ കാണിച്ചിരുന്നത്. അപ്പോ വീഡിയോ ഉണ്ടാക്കുക, ഫേമസ് ആവുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കല്ല ഓടേണ്ടത്, ഓടിയത് വീട്ടിലേക്കാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ പെണ്ണും വീട്ടിലേക്ക് ഓടി വന്ന് ഭയങ്കര വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ മൾട്ടിപ്പിൾ ഡാഡിയുള്ള പെണ്ണിന്റെ മോന്ത കാണിക്കേണ്ട വെച്ചിട്ടാണ്, ഇല്ലെങ്കിൽ അടായിരുന്നു. അതിൽ പറയുന്നതാണ് അയാൾ എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിൽ. പക്ഷെ അതിന്റെ അടിയിൽ, അതിന്റെ കമന്റ് ബോക്സിൽ മുഴുവൻ മലയാളികളും പാച്ചത്തെറിയാണ് ഈ പെണ്ണിന് പറയുന്നത്. ഏതായാലും ഒരു അഡ്വക്കേറ്റ് ഈ വക കാര്യങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുകയാണ്. സത്യങ്ങൾ പറയണം, എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നടക്കേണ്ടത് നിയമവശം എന്താണെന്ന് പറയണത് കേട്ടു നോക്കാം.
പുരുഷന്മാർക്കെതിരെ കള്ളപ്പരാതി നൽകിയാൽ എന്ത് ചെയ്യണം? ഭർത്താവിനെതിരെ കള്ളപ്പരാതി നൽകുന്ന 498A പ്രകാരം ഭർത്താവിനെതിരെ കള്ളപ്പരാതി നൽകുന്ന സ്ത്രീക്ക് 25 ലക്ഷം രൂപ ഫൈനും 5 വർഷം വരെ തടവും ലഭിക്കും. അതുപോലെ തന്നെ കള്ള റേപ്പ് പരാതിയൊക്കെ നൽകാറുണ്ട്. അപ്പൊ കള്ള പീഡന കേസ് നൽകിയാൽ 7 വർഷം മുതൽ 10 വർഷം വരെ തടവും 10 ലക്ഷം രൂപ ഫൈനും ഡാമേജിന് വേണ്ടിയിട്ടുള്ള ഫൈനും നൽകേണ്ടതാണ്. പിന്നെ അത് മാത്രമല്ല ജെൻഡർ ന്യൂട്രൽ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല മെന്റൽ ആൻഡ് ലീഗൽ സപ്പോർട്ട് ഫോർ മെൻ, അവർക്ക് ഈ ഇങ്ങനെ കള്ളപ്പരാതികളും പ്രശ്നങ്ങളിലും ഇടപെടുമ്പോൾ സ്ത്രീകൾ മാത്രമല്ല മാനസികമായി ബുദ്ധിമുട്ടുന്നത് പുരുഷന്മാരും ബുദ്ധിമുട്ടും. അവർക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ലീഗൽ സപ്പോർട്ടും വേണ്ടിയിട്ടുള്ള ലീഗൽ സെൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നും. പിന്നെ അത് മാത്രമല്ല ഈ എന്തെങ്കിലും കള്ളപ്പരാതികൾ പുരുഷന്മാർക്കെതിരെ പരാതി വന്നു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ അന്വേഷിച്ച് അതിന് റിപ്പോർട്ട് നൽകി കള്ളപ്പരാതിയാണെന്നുണ്ടെങ്കിൽ റോങ്ഫുൾ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോ നാഷണൽ കമ്മീഷൻ ഫോർ മെൻ ബില്ലിൽ കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് കുറെ പേര് എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോന്റെ ഇടയിൽ എന്തൊക്കെയാണ് ബില്ലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു. കുറെ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഹാപ്പിയാണോ? പുരുഷന്മാർ ഹാപ്പിയാണോ? കണ്ടേ? അപ്പൊ നിയമങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ നിയമങ്ങളൊക്കെ നടപ്പാവോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഒരു പെണ്ണ് കോടതിയിൽ പോയിട്ട് ഒരു 2 കണ്ണീര് പൊഴിച്ചാല് അവിടെ ഇരിക്കുന്ന കിളവന്മാര് ജഡ്ജിമാർ അപ്പൊ തന്നെ ഉരുകും. എന്നിട്ട് പുരുഷന്മാരനെ കാലാകാലത്തിന് ജയിലിടാനുള്ള പദ്ധതി ഒരുക്കും. എന്തായാലും അതായത് ഇപ്പോഴത്തെ ഈ തലമുറയുടെ ഈ ഫേമസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഈ കളി ഉണ്ടല്ലോ, പുരുഷന്മാരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞില്ല. പക്ഷെ ആ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു പുരുഷന്റെ ജീവിതമാണ് നശിക്കുന്നത്. ഇപ്പൊ ആരും വിശ്വസിക്കാതായിട്ടുണ്ട്. കാരണം പണ്ടൊരു കഥ പറയാണ്ടല്ലോ, ചെന്നായ വന്നി പറഞ്ഞൊരു ആട്ടിടം വിളിച്ച കഥ. അതുപോലെയാണ് ഇനിയിപ്പോ ശരിക്ക് പീഡിപ്പിച്ചാലും ആരും വിശ്വസിക്കൂല. കാരണം അത്രക്കധികം കള്ളക്കേസാണ് ഈ സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ച് മറ്റൊരു അഡ്വക്കേറ്റ് കൂടി സംസാരിക്കാണ്, അതുകൂടി ഇങ്ങോട്ട് നോക്കാം. മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് എങ്ങനെയെങ്കിലും വൈറലാകുക. അങ്ങനെ ഈ അടുത്ത കാലത്ത് 1-2 സ്ത്രീകൾ അതിനുവേണ്ടി മുതിർന്നിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനിടയിൽ വൈറലായ ഒരു പെൺകുട്ടി. അവർക്ക് എങ്ങനെയെങ്കിലും വൈറലാവാൻ വേണ്ടി ഏതെങ്കിലും ഒരു പുരുഷന്റെ അടുത്ത് വന്നിരിക്കണേ എന്ന് പറഞ്ഞ് വന്നിരുന്നാൽ പോരാ, അവൻ അവളെ അപമര്യാദയുമായിട്ട് അവളെ ഇവിടെയൊക്കെ പിടിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ബസ്സിൽ കയറുകയും കുറെ നേരം ഇരുന്നിട്ടും അടുത്തിരുന്ന പുരുഷൻ അവളെ ഒന്ന് നോക്കുകയോ അല്ലെങ്കിൽ മോശമായിട്ടൊന്ന് പെരുമാറുകയോ ചെയ്യുന്നില്ല. 2 പേർക്ക് ഇരിക്കാവുന്ന അത്രയ്ക്ക് കൺജസ്റ്റഡ് ആയിട്ടുള്ള സീറ്റാണ്. ഇവിടെ മണിക്കൂറുകൾ ഇരുന്നിട്ടും അയാളൊന്നും ചെയ്യാത്തതുകൊണ്ട് അയാളുടെ മുഖം ചെറുതായിട്ട് ബ്ലർ ചെയ്തിട്ട് ഇവളെ മുഖത്ത് മാസ്ക് വെച്ച് ഇപ്പം എന്നെ പിടിക്കും എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് അവസാനം ഒന്നും പിടിക്കാതെ വന്നപ്പോൾ അതിന് വീഡിയോ എടുത്തു പോയി ഇടാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അവൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് അടിയിലൊരു നീണ്ട ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം, ഇതിൽ ഇയാളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റി. ലാസ്റ്റ് ഭാഗം അവൻ്റെ കൈയുടെ അറ്റത്തുള്ള 2 രോമം എഴിച്ചു നിന്ന് ഡാൻസ് കളിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടു. സംഭവം 55 ലക്ഷത്തോളം പേര് കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. താഴെ മൊത്തം അവർക്ക് അവളുടെ അപ്പൂപ്പനും അവളുടെ അച്ഛനും കുടുംബത്തിനും എല്ലാം പൊങ്കാലയാണ്. എന്തായാലും അവർക്ക് റീച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ മലയാളത്തിൽ എഴുതിയ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തു. അവിടെ ഇംഗ്ലീഷിലും തള്ളക്കി വിളി അവർക്ക് കിട്ടി. ജനങ്ങളൊക്കെ സമ്മതിച്ചു. ഒരു പെണ്ണ് ഒരുത്തി വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരുത്തി അവളെ സപ്പോർട്ട് ചെയ്തില്ല. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളൊക്കെ കാണിക്കുന്നത് പോക്കൃത്തരമാണ്. പോക്കൃത്തരം എന്ന് പറഞ്ഞാൽ വരെ തന്തയില്ലായ്മയാണ്. തന്തയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അവർക്ക് തന്തയോ സഹോദരനോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവളുടെ കൂടെ ബസ്സിലോ കാറിലോ ഒന്നും ഇരുന്ന് യാത്ര ചെയ്തത്. ഒരുത്തനെയും കിട്ടിയില്ലെങ്കിൽ അവസാനം നിങ്ങളെയും പിടിച്ച് സ്ത്രീ പീഡകനാക്കി കളയും. ഇത്തരത്തിൽ ആണുങ്ങളുടെ മുഖം ചൂഷണം ചെയ്ത് വൈറലാവാൻ ശ്രമിക്കുന്ന പെണ്ണുങ്ങളോടൊന്നേ പറയാനുള്ളൂ. പിന്നെ പറഞ്ഞത് വേറെ തെറിയാണ്, അത് പോട്ടെ. അപ്പൊ പറഞ്ഞെന്ന് വെച്ചാല് വൈറലാകാൻ വേണ്ടിയിട്ടേ ഏതെങ്കിലും മറ്റുള്ള പുരുഷന്മാരെ കിട്ടിയില്ലെങ്കിൽ സ്വന്തം അച്ഛനെയും സഹോദരനെയും മകനെയൊക്കെ വെച്ചിട്ട് ഇവരെന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കും ഫേമസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് സൂക്ഷിക്കാന്ന് പറയാം. അവരോട് തന്നെ അവരുടെ വീട്ടുകാരോട് പറയാണ്, ഈ സ്ത്രീയുടെ കൂടെ ഒന്നും സഞ്ചരിക്കരുത്, കാരണം അത്രയും ഡേഞ്ചറാണ്. മാത്രമല്ല ഇപ്പൊ ഈ സ്ത്രീകള് ബസ്സിൽ കയറുമ്പോൾ നമുക്ക് ഇപ്പൊ പിന്നെ അടുത്തിരിക്കാൻ തോന്നുന്നുണ്ട് സ്ത്രീകളുടെ. മുമ്പൊന്നും ഇരിക്കാൻ പറ്റിയിരുന്നുണ്ടായില്ല. അപ്പൊ ഞാനൊക്കെ ഉള്ള കാലത്തൊക്കെ ഒന്നും സ്ത്രീകൾ വേറെയാണ് പുരുഷന്മാർ വേറെയാണ്, ഒപ്പൊന്നും ഇരിക്കാൻ പറ്റൂല. ഇതിപ്പോ എന്താണെന്നറിയില്ല, ഒപ്പം ഇരിക്കുന്നുണ്ട്. ഏതായാലും ഒപ്പം ഇരിക്കുകയാണെങ്കിൽ സൂക്ഷിക്കുക. കാരണം ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പീഡന കേസോ അല്ലെങ്കിൽ ഇതുപോലത്തെ വലിയ വീഡിയോ ഒക്കെ ഉള്ളൂ. ഇതിപ്പോ ഒരു വയസ്സായ കാരണം പിന്നെ ആ സ്ത്രീ ആ ഒരു പെണ്ണ് ഇത് മുഖം കാണിക്കാൻ തയ്യാറായില്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചെറുപ്പക്കാരെങ്കിലും മുഖം കാണിക്കും, നിങ്ങളെ വഷളാക്കും. നിങ്ങൾ പറഞ്ഞൊക്കെ നുണയാണെന്ന് പറഞ്ഞാൽ പിന്നെ സ്ത്രീ പറഞ്ഞത് മാത്രമേ സംഭവം കേൾക്കുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ പിച്ചക്കാശിന് വേണ്ടിയിട്ട് ഈ രൂപത്തില് ഒരു പുരുഷന്റെ അല്ലെങ്കിൽ ഒരു പുരുഷന്മാരുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഇതുപോലത്തെ
ഭീകര രൂപികളിനെ, ഇതുപോലത്തെ പിശാചുക്കളിനെ എല്ലാവരും സൂക്ഷിക്കുക. അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ സ്ത്രീകൾക്ക് നല്ല സ്വഭാവം ഇല്ല. രണ്ടാമത്തെ സൗന്ദര്യം ഇല്ല. മറ്റുള്ള ലോകത്തൊക്കെ മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ നമുക്ക് പോയി നോക്കിയാൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യം ഉണ്ടാവും, നല്ല അവരുടെ സ്വഭാവം നന്നാവും, അവരുടെ പെരുമാറ്റം നന്നാവും. ഇത് ഒരു തൊള്ള തുറന്ന് സംസാരിച്ചാൽ തന്നെ ആൾക്കാർ ഓടിപ്പോവും. എന്തായാലും അത് തെരുവ് കൊണ്ടുകൾ സംസാരിക്കണ പോലത്തെ ശബ്ദമാണ് വയന്ന് വരും തന്നെ. എന്നിട്ട് അങ്ങനത്തെ അങ്ങനത്തെ പെൺ ഡ്രാക്കുളകളെ പീഡിപ്പിച്ചു പറഞ്ഞ് നടക്കുകയാണ്. ഇപ്പൊ തന്നെ കേരളത്തിലെ പുരുഷന്മാരൊക്കെ വിവാഹം വേണ്ട, വേറെ വല്ല രാജ്യത്ത് നിന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും നടക്കുകയാണ്. ആ സമയത്താണ് ഈ താടകന്മാര്. അപ്പോ ഇത് ചെയ്താലുള്ള ദോഷം എന്താന്ന് വെച്ചാല്, ഇനി ശരിക്കും ഒരു പീഡനം നടക്കുമ്പോ ആ സ്ത്രീയുടെ ഭാഗം പറയാൻ ആരും വരില്ല. ഇപ്പൊ പിന്നെ എല്ലാവരും വരുന്നുണ്ട്, അതും കൂടി സ്റ്റോപ്പ് ആവും. അത് മനസ്സിലാക്കുക. അപ്പൊ ഇതുപോലെ ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഇനി പരിപാടി ചെയ്താൽ ഇപ്പൊ തെറി മാത്രമാണ് വരുന്നത്, ഇനി അടിയായിരിക്കും വരിക. മോന്ത നോക്കിയിട്ടായിരിക്കും ഇനി സമൂഹത്തിൽ എല്ലാവരും ഓടി വന്ന് അടിക്കുക. പിന്നെ കേസുകളും വരും. ഈ സ്ത്രീക്ക്, ഈ പെൺകുട്ടിക്കെതിരെ, ഇത് പെണ്ണൊന്നല്ല കേട്ടോ, ഇതൊരു ശവം. ഇതിനെതിരെ ഓൾറെഡി കേസുണ്ട്. ഓൾറെഡി പുരുഷ സംഘടനകളൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ കേസ് ആ സ്ത്രീ നേരിടണം. പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യും? പിന്നെ ഭാഗ്യത്തിന് ആളുടെ മുഖം ബ്ലറാക്കില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ 25 ലക്ഷം രൂപ 5 വർഷമൊക്കെ ജയിലിൽ കിടക്കേണ്ടി വന്നിരുന്നു. എന്തായാലും അതിനും തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും സമൂഹത്തിൽ ഈ പെണ്ണ് നാറി. പക്ഷെ തൊലിക്കട്ടി ഭയങ്കരമാണ്. എനിക്ക് നാരയിലും വേണം, എന്തായാലും വേണം. എനിക്ക് എന്റെ വ്യൂവർമാരെ കിട്ടിയാൽ മതി. 57 ലക്ഷം 60 ലക്ഷം വ്യൂവർമാരെ കിട്ടി വേണം സന്തോഷത്തിൽ നടക്കുകയാണ്. കൊണ്ടോ ഞാൻ ജസ്റ്റ് ബസ്സിൽ ഒരു വീട് ഉണ്ടാക്കി, പിന്നെ എന്തോ വ്യൂവർ എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് അഭിമാനത്തോട് കൂടിയിട്ട്. എന്താ അഭിമാനിക്കാനുള്ളത്? അപമാനിക്കണം. അതറിയില്ലല്ലോ എന്താന്നുള്ളത്. ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം വേണ്ട, എന്നാലല്ലോ ഇതൊക്കെ ഉണ്ടാവുക. എന്തായാലും പറഞ്ഞത്, ഇന്നത്തെ പെൺകുട്ടികൾ വളരെ അധികം അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാവരും സൂക്ഷിച്ചാൽ നല്ലത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.